പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകാൻ സാധ്യതയെന്നാണ് ഒടുവിൽ വരുന്ന വിവരങ്ങൾ. പറഞ്ഞു 5 വർഷം കഴിഞ്ഞു. എല്ലാവർക്കും വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം നമ്മൾ ആർക്ക് വോട്ട് ചെയ്യും? ഈ ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തമായ നിലപാടുണ്ട്. ഞാൻ മിച്ചറങ്ങെടുത്ത ഇത് തീർക്കല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ അവസ്ഥ എന്നാണ്, അവർക്ക് കളിക്കാനൊരു ഗ്രൗണ്ട് ഉണ്ടോ? അവരെ സ്ക്രീനിലേക്ക് തള്ളിവിട്ടത് നമ്മുടെ രാഷ്ട്രീയമല്ലേ? ഗ്രൗണ്ട് ഇല്ലായ്മ വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ റോഡിനും പാലത്തിനും വേണ്ടി വോട്ട് ചെയ്യുമ്പോഴല്ലേ നാടിന് വികസനം. നമുക്ക് കളിക്കാൻ ഈ പാടവും പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എന്താ ഉള്ളത്? അവർക്കൊരു കളിസ്ഥലം, അതാണ് എൻ്റെ ലക്ഷ്യം. റോഡ് നമുക്കൊക്കെ ഉപകാരം തന്നെയാണ്, പക്ഷേ എൻ്റെ പേരക്കുട്ടികളെ നേർവഴിക്ക് നയിക്കണം. അതാണ് എൻ്റെ ആവശ്യം. ആ പറഞ്ഞ സത്യം. എൻ്റെ വോട്ട് പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർക്ക്. കെട്ടിടങ്ങളോ പാലങ്ങളോ മാത്രം പണിയുന്ന നല്ല വികസനം, കളിക്കാനൊരിടം, അതൊരു അടിസ്ഥാന വികസനം. വഴി തെറ്റുന്ന ഒരു തലമുറയെ നേർവഴിക്കാകുന്ന ഒരു ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കാലത്ത് ഒരുപാട് കളിസ്ഥലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ടർഫ് എന്നുള്ള പേരിലേക്ക് മാറി. ശരിയാണ്, നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്, നിങ്ങളുടെ പദ്ധതിയിൽ ഈ കുട്ടികളുടെ ഭാവി എവിടെ? അങ്ങനെയാണെങ്കിൽ കാക്ക, ഞാനത് ചോദിക്കും. ആര് ഗ്രൗണ്ടിന് വേണ്ടി സംസാരിക്കുന്നു അവർക്കാണ് എൻ്റെ വോട്ട്. വരും തലമുറയുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ തീരുമാനിക്കും വോട്ട് ആർക്ക് കൊടുക്കണമെന്ന്. വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക, കപടമുഖം തിരിച്ചറിയും.